ഇൻകം ഫ്രം സാലറീസ്. അപ്പൊ സാലറീസിന്റെ നോട്ട്സ് നോക്കാം. പേയ്മെന്റ് ബൈ എംപ്ലോയർ ടു എംപ്ലോയി ഫോർ സർവീസ് റെന്റ്. എന്തെങ്കിലും ഒരു ജോലി ചെയ്തതിന് ഓണർ നൽകുന്നതാണ് സാലറി. അപ്പൊ ഓണറിനെ നമ്മൾ എംപ്ലോയി എന്നും ജോലിക്കാരനെ എംപ്ലോയി എന്നാണ് പറയുന്നത്. ഈസ് ടാക്സബിൾ ആസ് ഇൻകം ഫ്രം സാലറീസ്. സാലറിയുടെ ഹെഡിലാണ് ഇത് ടാക്സേഷൻ നടത്തുന്നത്. എംപ്ലോയി എന്ന് പറയുമ്പം ഏതൊക്കെ ടൈപ്പ് എംപ്ലോയീസ് ഉണ്ട്? ഫുൾ ടൈം എംപ്ലോയി ഉണ്ട്, പാർട്ട് ടൈം ഉണ്ട്. ഫുൾ ടൈം ആയി വർക്ക് ചെയ്യുന്നവരും പാർട്ട് ടൈം ആയി വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നവരും അബ്രോഡിൽ വർക്ക് ചെയ്യുന്നവരും ഉണ്ട്. Any payment is taxable under the head salaries only if relationship between payer and payee is the employer and employee. ഇപ്പൊ ഇന്ത്യയിൽ ടാക്സബിൾ ആണെങ്കിൽ ഓണറും ജോലിക്കാരനും അവരുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ മാസ്റ്റർ ആൻഡ് സെർവന്റ് റിലേഷൻഷിപ്പോ പ്രിൻസിപ്പാൾ ആൻഡ് ഏജന്റ് റിലേഷൻഷിപ്പോ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തായിട്ട് നമുക്ക് ഇന്ത്യയിൽ ടാക്സബിൾ ആയിട്ട് കാണത്തുള്ളൂ. ഇനി ബേസിക്സ് ഓഫ് ചാർജ് സെക്ഷൻ 15 ആണ് ബേസിസ് പറയാ. സാലറി ഈസ് ടാക്സബിൾ ഓൺ ഏർലിയർ ഓഫ്, ഒന്നെങ്കിൽ ഡ്യൂ എന്നാണ് സാലറി പേയ്മെന്റിന്റെ ഡ്യൂ ആവുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് റെസീപ്റ്റ് സാലറി കിട്ടുന്നത്, വിച്ച് എവർ ഇസ് ഏർലിയർ. സാലറി ഡ്യൂ ഡേറ്റ് ഓർ റെസീപ്റ്റ് ഡേറ്റ് വിച്ച് എവർ ഇസ് ഏതാണ് ആദ്യം സംഭവിക്കുന്നത് അതാണ് സാലറി ടാക്സബിൾ ആവുന്ന ടൈം. അഡ്വാൻസ് സാലറി ആണെങ്കിൽ എപ്പം നമുക്ക് റെസീപ്റ്റ് കിട്ടുന്നത്, എപ്പോഴാണ് അഡ്വാൻസ് സാലറി നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അപ്പൊ ടാക്സബിൾ ആവും. സാലറി കിട്ടാനുള്ളത് പിന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ സാലറിന് അരിയേഴ്സ് ആണെങ്കിൽ ടാക്സബിൾ ഓൺ ഡ്യൂ ബേസിസ്. എപ്പോഴാണ് സാലറി കിട്ടേണ്ടായിരുന്നത് അന്ന് അത് വെച്ച് ടാക്സേഷൻ വരും. സാലറി പെയ്ഡ് ടാക്സ് ഫ്രീ. അത് നോക്കാം എന്താണ്. എംപ്ലോയർ bears the burden of tax on salary of the employee. എംപ്ലോയർ ആണ് ചില സമയത്ത് എംപ്ലോയിയുടെ ടാക്സിന്റെ സാലറിയുടെ ടാക്സ് ഓൺ സാലറി ബർഡൻ ഏറ്റെടുക്കണമെങ്കിൽ അതിൽ ഇൻകം ഈസിക്കൽട്ട് ഏതൊക്കെ വരും? സാലറി ഇൻകവും ഓണർ ജോലിക്കാരന്റെ ബിഹാഫിൽ അടച്ച ടാക്സ് പെയ്ഡും കൂടെ ഇൻകം ആയിട്ട് തന്നെ കാണും. കാരണം ജോലിക്കാരനല്ല ടാക്സ് അടയ്ക്കേണ്ടത്, അതിന് പകരം ഓണർ തന്നെ ടാക്സ് അടയ്ക്കുകയാണെങ്കിൽ അത് സാലറിയുടെ കൂടെ ആഡ് ചെയ്തിട്ട് ഇൻകം ആയിട്ട് കാണും. ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓർ നോൺ മോണിറ്ററി പെർക്വിസൈറ്റ്സ്. ഈ ഓണർ തന്നെ ഈ നോൺ മോണിറ്ററി ആയിട്ടുള്ള പെർക്വിസൈറ്റ്സ് കൊടുക്കൂല, അതായത് മറ്റ് പൈസ അല്ലാത്ത രീതിയിൽ മറ്റ് ക്ലബ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ടൂർ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പെർക്വിസൈറ്റ്സ് കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ ടാക്സ് എംപ്ലോയർ അടച്ചിട്ടുണ്ടെങ്കിൽ അത് ജോലിക്കാരന്റെ കയ്യിൽ എക്സംപ്റ്റഡ്, അതിന് ജോലിക്കാരുടെ കയ്യിൽ വീണ്ടും അതിനെ ഇൻകം ആയിട്ട് ആഡ് ചെയ്യത്തില്ല. ഹെൻസ് നോട്ട് എലിജിബിൾ ടു എംപ്ലോയർ. അപ്പൊ നമ്മുടെ ജോലിക്കാർക്ക് വേണ്ടി നമ്മൾ കുറച്ച് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്ത് എന്തെങ്കിലും ജോലി വർക്ക് സംബന്ധമല്ലാത്തത് അതിന് നമ്മൾ ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് എക്സ്പെൻസ് ആയിട്ടൊന്നും അത് കുറയ്ക്കാനും സാധിക്കത്തില്ല. Foregoing of salary. സാലറി is taxable on earlier of due അല്ലെങ്കിൽ receipt ബേസിസിലാണ് സാലറി ടാക്സ് ചെയ്യുന്നത്. If employee forgoes his salary, it does not mean the salary is foregone is not taxable. അപ്പോൾ സാലറി ഒരു ജോലിക്കാരൻ ആക്സെപ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ കുറച്ച് വേണ്ടെന്ന് വെച്ചെന്ന് വിചാരിച്ച് സാലറി ടാക്സബിൾ അല്ലാതെ ആവില്ല. Such favor is only on application of income. Hence it is taxable. അങ്ങനെയാണെങ്കിൽ ഇത് ടാക്സബിൾ തന്നെയാണ്. One salary accrues subsequent waiver by employee does not make it exempt from tax. ഇപ്പൊ നമ്മുടെ ജോലിക്കാരന് 5000 രൂപ കൊടുക്കാണ്ട് അദ്ദേഹം പറയും ഇപ്പൊ വേണ്ട എന്ന് പറയുകയാണെങ്കിൽ പോലും അത് ഇൻകമായിട്ട് തന്നെ കാണത്തുള്ളൂ, അതിന് പ്രത്യേക എക്സംഷൻ ഒന്നും കിട്ടത്തില്ല. സറണ്ടർ ഓഫ് സാലറി. വോളണ്ടറി സറണ്ടർ ഓഫ് സാലറീസ്. ഇപ്പൊ സാലറീസ് വോളണ്ടറി ആയിട്ട് സറണ്ടർ ചെയ്യുന്ന സെക്ഷൻ വരികയാണെങ്കിൽ അതിന് എക്സംഷൻ കിട്ടും. ലോൺ ഓർ അഡ്വാൻസ് എഗെയിൻസ്റ്റ് സാലറി നോട്ട് ടാക്സ്ഡ് ആസ് സാലറി. അതായത് നമ്മൾ ലോണോ അഡ്വാൻസ് ഒക്കെ എഗെയിൻസ്റ്റ് സാലറിയിൽ എടുക്കുകയാണെങ്കിൽ അത് സാലറി ആയിട്ടല്ല ടാക്സ് ചെയ്യുന്നത്. ലോൺ ഈസ് ഡിഫറെന്റ് ഫ്രം സാലറി. നമുക്ക് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ലോൺ എടുക്കുന്നത്. ലോൺ എടുക്കുമ്പോൾ അത് വീണ്ടും സാലറി ആയിട്ട് തന്നെ കാണുകയാണെങ്കിൽ ജോലിക്കാരനത് വലിയ നഷ്ടമല്ലേ, അതുകൊണ്ട് ഈ ക്യാൻ ബി ടാക്സ്ഡ് ആസ് സാലറി. Advance against salary is an advance taken by employee from his employer to be adjusted.
adjusted. This advance is generally adjusted with his salary over a specified time period. നമ്മൾ ഇദ്ദേഹത്തിന്റെ സാലറി ആ ലോൺ എമൗണ്ട് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. Place of accrual of salary. Section 9 place of accrual of salary കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. Place of service. ഇന്ത്യയിലാണ് സർവീസ് ചെയ്തത്. പേയ്മെന്റും ഇന്ത്യയിൽ തന്നെയാണ്. അപ്പൊ എവിടെയാണ് ഇൻകം അറൈസ് ചെയ്തേക്കുന്നത്? ഇന്ത്യയിൽ തന്നെ. ടാക്സ് എവിടെ കൊടുക്കണം? ഇന്ത്യയിൽ തന്നെ കൊടുക്കണം. ഇപ്പൊ സർവീസ് നടന്നത് ഇന്ത്യയിലാണ്. പ്ലേസ് ഓഫ് പേയ്മെന്റ് വിദേശത്താണ് പേയ്മെന്റ് നൽകിയത്. എവിടെയാണ് ഇൻകം അക്രൂ ചെയ്തത്? ഇന്ത്യയിൽ. അപ്പൊ ടാക്സ് എവിടെ കൊടുക്കും? ഇന്ത്യയിൽ തന്നെ. ഇനി പ്ലേസ് ഓഫ് സർവീസ് ഇന്ത്യയാണ്. പ്ലേസ് ഓഫ് പേയ്മെന്റ് പെൻഷൻ ഫോർ സച്ച് സർവീസസ് ഇസ് പെയ്ഡ് അബ്രോഡ്. അപ്പം ഇതിന്റെ പെൻഷൻ നമ്മൾ കൊടുക്കുന്നത് അദ്ദേഹം വിദേശത്തായതുകൊണ്ട് പെൻഷൻ വിദേശത്താണ് കൊടുക്കുന്നത്. അപ്പൊ എവിടെയാണ് അക്രൂ ചെയ്തേക്കുന്നത്? ഇന്ത്യയിൽ. ടാക്സ് അപ്പൊ എവിടെയാണ്? ഇന്ത്യയിൽ തന്നെ. ലീവ്സ് ഏൺ ഇൻ സർവീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ സർവീസ് നടത്തിയപ്പോൾ അദ്ദേഹം ലീവ്സ് ഏൺ ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ ലീവ് സാലറി ഫോർ ലീവ് സാലറി, ലീവ് എടുക്കാതെ വർക്ക് ചെയ്തതിന്റെ സാലറി അബ്രോഡിലാണ് പേയ്മെന്റ് നടത്തുന്നതെങ്കിൽ ഇത് എവിടെയാണ് അറൈസ് ചെയ്തത്? ഇന്ത്യയിൽ. അപ്പൊ ടാക്സ് ഇന്ത്യയിൽ കൊടുക്കണം. Exception to section 9 sub 1 sub 3. Salary paid by government of India to citizen of India, resident ആണെങ്കിലും നോൺ റെസിഡന്റ് ആണെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സിറ്റിസന് കൊടുക്കുകയാണെങ്കിൽ ആ ഇന്ത്യൻ സിറ്റിസൻസ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് സർവീസ് റെൻഡർ ചെയ്യുന്നതെങ്കിൽ ഡീംഡ് ടു accrue in India. However, allowance of exercise paid to them is exempt. അവർ deemed to accrue in India, പക്ഷെ allowance of exercise എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് exempted ആണ്. അടുത്ത നോക്കാം, മീനിങ് ഓഫ് സാലറി ഫോർ കാൽക്കുലേറ്റ് എക്സംഷൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സാലറിയുടെ മീനിങ് ആണ് നോക്കുന്നത്. അലവൻസ് നമ്മൾ ഗ്രാറ്റുവിറ്റി ഫോർ ഗ്രാറ്റുവിറ്റി ആക്ടിൽ കവേർഡ് ആയിട്ടുള്ള ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഗ്രാറ്റുവിറ്റി ആക്ടിൽ കവേർഡ് ആയിട്ടുള്ള എംപ്ലോയീസ് ആണെങ്കിൽ അവർ എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബേസിക് പ്ലസ് ബി ആണ് എടുക്കുന്നത്. ഓക്കെ, മറ്റ് കേസിൽ ഗ്രാറ്റുവിറ്റി ആക്ടിൽ കവേർഡ് അല്ലാത്ത എംപ്ലോയീസിൽ ഗ്രാറ്റുവിറ്റിയിലുള്ളതും NPS-ഉം എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു റിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ട്, ലീവ് സാലറി, HRA, വോളണ്ടറി റിട്ടയർമെന്റ് സ്കീമിനൊക്കെ സാലറി ബേസിക് സാലറി എടുക്കുന്ന സമയത്ത് ബേസിക് സാലറി പ്ലസ് ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് ഓൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്സിൽ ഭാഗമാകുന്ന ഡിയർനെസ് അലവൻസ് പ്ലസ് commission if paid as a percentage of turnover, as a percentage of turnover, turnoverന്റെ എത്രയോ പെർസെന്റേജ് കമ്മീഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു എമൗണ്ട് ആണ് അവരുടെ സാലറി ആയിട്ട് കാൽക്കുലേഷൻ എടുക്കുന്നത്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ, റെന്റ് ഫ്രീ അക്കോമഡേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബേസിക് പ്ലസ് ഡിയർനെസ് അലവൻസ് ഫോമിംഗ് പാർട്ട് ഓഫ് ഓൾ റിട്ടയർമെന്റ് ബെനിഫിറ്റ് പ്ലസ് any commission, bonus, any other monetary payment, whatever name called, but excludes എന്തൊക്കെ വരില്ല റെന്റ് ഫ്രീ അക്കോമഡേഷനിൽ? exempted allowance വരില്ല, ടാക്സ് ഓഫ് എക്സൈസ് വരില്ല, any payment for allotment of shares, debentures, medical allowance, employees contribution to PF ഒന്നും rent free accommodationന്റെ ആ സാലറി കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ വരില്ല. അടുത്ത കമ്പോണൻസ് ഓഫ് സാലറി ആൻഡ് ടാക്സബിലിറ്റി ആണ് പഠിക്കുന്നത്. ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ് ഓർ പേയും, salary in lieu of notice, fees, commission, annuity from employer, profit in lieu of salaries, pension received and NPS always taxable. ഇതൊക്കെ ടാക്സബിൾ ആണ്. ഇനി കമ്പോണൻസ് ഓഫ് സാലറി ആൻഡ് ടാക്സബിലിറ്റി ഉണ്ട്. ആനുവൽ അപ്രീഷിയേറ്റ് ടു ക്രെഡിറ്റ് ബാലൻസ് റിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിൽ, റിക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിൽ നമ്മൾ ആനുവൽ ആയിട്ട് എമൗണ്ട് ഇടുന്നത് ടാക്സബിൾ എമൗണ്ട് ആണ്. അത് എംപ്ലോയി ഓണറിന്റെ കോൺട്രിബ്യൂഷൻ 12 സാലറിയുടെ 12% എബോ ആണെങ്കിൽ അത് ടാക്സബിൾ ആണ്. ഈ ഇന്റർനെറ്റ് ഓൺ അതിപ്പോ ഇന്റർനെറ്റിൽ ഇൻട്രസ്റ്റ് ഓൺ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ആണ് 9.5% എബോ ഇൻട്രസ്റ്റ് കിട്ടിയാൽ എബോ എത്ര പെർസെന്റേജ് കിട്ടിയാൽ അത് ഇൻകം ആയിട്ട് കാണും. അഡ്വാൻസ് സാലറി
salary taxable in previous year. Previous year of receipt തന്നെ advance salary taxable ആണ്. സാലറി കിട്ടാനുള്ളതും അക്രൂവൽ ബേസിസിൽ ഏത് ഇയറിലാണ് വരുന്നത് അത് ടാക്സബിൾ ആണ്. സാലറി ടു പാർട്ണർ നോട്ട് ടാക്സബിൾ. പാർട്ണറിന് കൊടുക്കാനുള്ള സാലറി എന്ന് പറയുന്നത് നോട്ട് ടാക്സബിൾ അണ്ടർ ഹെഡ് സാലറീസ്. പക്ഷേ PGBP ടാക്സബിൾ ആണ്. പാർട്ണറിന് കൊടുക്കുന്ന സാലറി PGBP ആണ് ടാക്സബിൾ, സാലറിയിലല്ല. Bonus taxable on receipt basis if no tax earlier on due basis earlier tax ചെയ്തിട്ടില്ലെങ്കിൽ receipt basis ബോണസ് taxable ആണ്. പക്ഷേ സാലറി ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ exempt. UNO unrecognized organization, sorry, United Nations Organization. UNO എന്ന് United Nation ഓർഗനൈസേഷനിൽ നിന്ന് കിട്ടുന്ന സാലറിയും സംഭവങ്ങളൊക്കെ എക്സംപ്റ്റഡ് ആണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിഫറെന്റ് ഫോംസ് ഓഫ് അലവൻസസ് ആൻഡ് ഇറ്റ്സ് ടാക്സബിലിറ്റി ആണ്. അലവൻസും ടാക്സബിലിറ്റി. ഫുള്ളി ടാക്സബിൾ ആയിട്ടുള്ള അലവൻസ് ഏതൊക്കെയാണ്? DNS അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ഓവർ ടൈം അലവൻസ്, സിറ്റി കോമൻസറേറ്ററി അലവൻസ്, ഫിക്സഡ് മെഡിക്കൽ അലവൻസ്, ടിഫിൻ ലഞ്ച് അലവൻസ്, ഇന്ററിം അലവൻസ്, പ്രോജക്ട് അലവൻസ്, സെർവന്റ് അലവൻസ്, വാർഡൻ അലവൻസ്, ട്രാൻസ്പോർട്ട് അലവൻസ് ഹാൻഡിക്യാപ്സിന് മാത്രമാണ് എക്സെപ്ഷൻ ഉള്ളത്. നോ പ്രാക്ടീസിങ് അലവൻസ്, ഇനി അതർ ക്യാഷ് അലവൻസ് ഒക്കെ. ഈ കിട്ടുന്ന അലവൻസ് ഒക്കെ നമ്മുടെ ഇൻകം ആയിട്ട് കണ്ടിട്ട് അതിന് ടാക്സബിൾ ആണ്. ഏതൊക്കെയാണ് ഫുള്ളി എക്സംപ്റ്റഡ് ആയിട്ട് ഉള്ള അലവൻസ്? Sumptuary allowance granted to High Court, Supreme Court ജഡ്ജസിന് കൊടുക്കുന്ന അലവൻസ് എക്സംപ്റ്റഡ് ആണ്. ജഡ്ജിന് കിട്ടുന്ന എല്ലാ കോമ്പൻസേറ്ററി അലവൻസ്, അലവൻസ് പെയ്ഡ് ബൈ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ UN തരുന്ന അലവൻസ്, അലവൻസ് പെയ്ഡ് ബൈ ഗവൺമെന്റ് ടു ഇറ്റ്സ് എംപ്ലോയീസ് ഔട്ട്സൈഡ് ഇന്ത്യ ഒക്കെ എക്സംപ്റ്റഡ് ആണ്. ഇനിയുള്ള ഹൗസ് റെന്റ് അലവൻസ് ആണ്. ഹൗസ് റെന്റ് അലവൻസ് എന്ന് പറയുമ്പോൾ ടാക്സബിൾ ആണ്. ഹൗസ് റെന്റ് അലവൻസ് ഈസ് ഇക്വൽ ടു ഹൗസ് റെന്റ് അലവൻസ് റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ്. എക്സംപ്റ്റഡ് എന്ന് പറയുമ്പോൾ ഹൗസ് റെന്റ് അലവൻസ് എക്സംപ്റ്റഡ്, ഈ എക്സംപ്റ്റഡ് യഥാർത്ഥത്തിൽ നമുക്ക് കിട്ടിയ അലവൻസിന് എക്സംപ്റ്റഡ് കുറയ്ക്കുക. എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഈ താഴെ പറയുന്നത് ലീസ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് എക്സംപ്ഷൻ ആയിട്ട് കുറയ്ക്കാൻ സാധിക്കുക. യഥാർത്ഥ എമൗണ്ട് കിട്ടിയതോ അല്ലെങ്കിൽ റെന്റ് പെയ്ഡ് മൈനസ് 10% സാലറി. ഇപ്പൊ അല്ലെങ്കിൽ മുംബൈ, ഡൽഹി, കൊൽക്കത്ത, മദ്രാസ്, ചെന്നൈ ഈ സ്ഥലങ്ങളാണ് 50% സാലറി, മറ്റ് 60 40% സാലറി. ഈ മൂന്നിടത്ത് ഏറ്റവും ലീസ്റ്റ് ചെയ്ത് കുറവ് ചെയ്ത് അതാണ് നമുക്ക് HR റിസർവ്ഡ് ചെയ്യുന്ന എക്സംപ്റ്റഡ് HR ആയിട്ട് നമുക്ക് കുറച്ച് കിട്ടുക. അതർ കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ സാലറി ഫോർ ഓക്യുപ്പൈഡ് പീരീഡ് ഷാൽ ഓൺലി ബി കൺസിഡർ. ഓക്യുപ്പൈഡ് പീരീഡിലെ സാലറി മാത്രമാണ് കൺസിഡർ ചെയ്യുന്നുള്ളൂ. അഡ്വാൻസ് സാലറി ഓർ അറിയേഴ്സ് നോട്ട് കൺസിഡർ ഫോർ കാൽക്കുലേറ്റിംഗ് HRA exemption. No exemption if employee lives in his own house or house where he does not pay rent. റെന്റ് അടയ്ക്കാതെ ഒരു വീട്ടിൽ റെന്റ് അടയ്ക്കുന്നില്ലെങ്കിൽ ഇത് അലവൻസ് എക്സംഷൻ ഒന്നും കിട്ടില്ല. അടുത്ത സ്പെഷ്യൽ അലവൻസ് എക്സംപ്റ്റ് അണ്ടർ സെഷൻ 10 sub 14 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്പെഷ്യൽ അലവൻസുകൾ. എക്സംപ്ഷൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ എംപ്ലോയി. ജോലിക്കാരൻ ആക്ച്വൽ ആയിട്ട് എക്സ്പെൻസ് ഇൻകർ ചെയ്താൽ മാത്രമാണ് ഇത് കിട്ടുള്ളൂ. എന്താ? കൺവെയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, യൂണിഫോം അലവൻസ്, റിസർച്ച് അലവൻസ്, ട്രാവലിംഗ് ട്രാൻസ്ഫർ അലവൻസ് ഒക്കെ നമുക്ക് ആക്ച്വൽ എത്ര എമൗണ്ട് ഇൻകർ ചെയ്തു ആ എമൗണ്ട് ആണ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. എക്സംപ്റ്റ് അലവൻസ് ഈസ് ഈക്വൽ ലോവർ ഓഫ് അലവൻസ് കയ്യിൽ കിട്ടിയത് അല്ലെങ്കിൽ എത്ര എമൗണ്ട് ആക്ച്വൽ ആയിട്ട് ഉപയോഗിച്ച് എന്നുള്ളതാണ്. Exemption does not depend upon actual expenditure incurred by employee. അത് ഏതൊക്കെ? ചില എക്സംഷന് നമുക്ക് ആക്ച്വൽ വരുന്ന എക്സ്പെൻസ് അല്ല എടുക്കുക. ഇൻകം ടാക്സ് ആക്ടിൽ പറയുന്ന എക്സംഷൻസ് ആണ് നമുക്ക് കിട്ടത്തുള്ളൂ. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് മാക്സിമം രണ്ട് കുട്ടികൾക്ക് 100 വെച്ച്. അപ്പൊ 100 into 12 months into 2, മാക്സിമം 2 children. ഹോസ്റ്റൽ എക്സ്പെൻസ് കുട്ടികളുടേത് 300 into 12 months into 2 children. ട്രാൻസ്പോർട്ട് അലവൻസ് എന്ന് പറഞ്ഞാൽ
3200 പെർ മന്ത് ഹാൻഡിക്യാപ്ഡ് ഡിസേബിൾഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണെങ്കിൽ 3200 പെർ മന്ത് ട്രാൻസ്പോർട്ട് അലവൻസ് കിട്ടും. അലവൻസ് ഫോർ ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് ട്രാൻസ്പോർട്ട് എംപ്ലോയിയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനാണെങ്കിലോ 10,000 പെർ മന്ത് ഓർ 70% അലവൻസ് റിസീവ് വിച്ച് എവർ ഈസ് ലോവർ ആണ് എക്സംഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. 10,000 പെർ മന്ത് ഓർ 70% ഓഫ് അലവൻസ് റിസീവ്ഡ്. ട്രൈബൽ ഏരിയയിൽ ഷെഡ്യൂൾ ഏരിയയിൽ അലവൻസ് കൊടുക്കും 200 പെർ മന്ത്. അണ്ടർഗ്രൗണ്ട് അലവൻസ് 800 പെർ മന്ത്. അലവൻസ് ആക്ച്വലായിട്ട് കിട്ടിയതോ അല്ലെങ്കിൽ എമൗണ്ട് സ്പെസിഫൈഡ് റൂൾ ഇപ്പൊ പറഞ്ഞിരിക്കുന്ന എമൗണ്ടോ വിച്ച് എവർ ഈസ് ലോവർ ആണ് എക്സംഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അടുത്ത് എക്സംപ്റ്റഡ് അലവൻസ് ടു ചെയർമാൻ ഓർ മെമ്പർ ഓഫ് UPSC. അവർക്ക് കുറച്ച് എക്സംഷൻ ഉണ്ട്. UPSCയുടെ ചെയർമാനോ മെമ്പറിനോ ഉള്ള എക്സംഷൻ നോക്കാം. എക്സംപ്റ്റ് അലവൻസ് ഇൻ കേസ് ഓഫ് സർവീസിംഗ് ചെയർമാൻ ഓർ മെമ്പർ ഓഫ് UPSC. വാല്യൂ ഓഫ് റെന്റ് ഫ്രീ ഒഫീഷ്യൽ റെസിഡൻസ് ആൻഡ് വാല്യൂ ഓഫ് LTC. വാല്യൂ ഓഫ് കൺവെയൻസ് ഫെസിലിറ്റി ഇൻക്ലൂഡിംഗ് ട്രാൻസ്പോർട്ട് അലവൻസ്, സാനിറ്ററി അലവൻസ്, ഇതൊക്കെ ചെയർമാൻ ഓഫ് അല്ലെങ്കിൽ മെമ്പർ ഓഫ് UPSC ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. എക്സംപ്റ്റഡ് അലവൻസ് ഇൻ കേസ് ഓഫ് റിട്ടയർഡ് ചെയർമാൻ റിട്ടയർഡ് മെമ്പർ ഓഫ് UPSCക്ക് ഉണ്ട്. റെസിഡൻഷ്യൽ ടെലിഫോൺ ഫ്രീ ഓഫ് കോസ്റ്റ് ആൻഡ് നമ്പർ ഓഫ് ഫ്രീ കോൾസ് അപ് ടു ₹1,500 പെർ മന്ത്. അപ്പം ഓവർ ആൻഡ് എബോവ് ഫ്രീ കോൾസ് പെർ മന്ത് അലൗഡ് ബൈ ടെലിഫോൺ അതോറിറ്റീസ്. സാധാരണ ടെലിഫോൺ മൊബൈലിലൊക്കെ നമുക്ക് കുറച്ച് ഫ്രീ കോൾസ് തരുള്ളൂ. അതിനേക്കാൾ അപ്പുറമായിട്ട് 1,500 പെർ മന്ത് വരെയുള്ള ഫോൺ കോൾസുകൾ ഫ്രീ ആയിട്ട് കിട്ടും. റിട്ടയർഡ് ആയിട്ടുള്ള ചെയർമാനും മെമ്പറോ അങ്ങനെ കിട്ടുന്ന അലവൻസ് ടാക്സേഷൻ ഇല്ല എന്നാണ് ഉദ്ദേശിച്ചത്. അടുത്തത് പെർക്വിസൈറ്റ്സ് ആൻഡ് ടാക്സബിലിറ്റി ആണ്. റീഇംബേഴ്സ്മെന്റ് എക്സ്പെൻസസ് ഇൻകർഡ് ഇൻ ഒഫീഷ്യൽ ഡിസ്ചാർജ് ഓഫ് നോട്ടീസ്. നമ്മൾ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യത്തിന് പോകുമ്പോൾ നമുക്ക് ഇൻകർ ചെയ്ത എക്സ്പെൻസ് റീഇംബേഴ്സ് ചെയ്ത് കിട്ടുന്നത് പെർക്വിസൈറ്റ്സ് അല്ല. ഇതിന് ടാക്സ് ഇല്ല. പെർക്വിസൈറ്റ് വിൽ ബിക്കം ടാക്സബിൾ ഓൺലി ഇഫ് ഇറ്റ് ഹാസ് എ ലീഗൽ ഒറിജിൻ. ലീഗൽ ഒറിജിൻ ഉണ്ടെങ്കിൽ മാത്രമാണ്. അതായത് പെർക്വിസൈറ്റ് ടാക്സബിൾ ആയിട്ടുള്ള നമ്മൾ മനസ്സിലാക്കിയല്ലോ. നമുക്ക് പെർക്വിസൈറ്റ് ആയിട്ട് കിട്ടുന്നത് നമ്മുടെ ഇൻകത്തിന്റെ കൂടെ കൂടുന്നതാണ് നേരത്തെ പറഞ്ഞ ഡിസ്കസ് ചെയ്ത ഐറ്റംസ്. ടാക്സ് പെയ്ഡ് ബൈ എംപ്ലോയർ ഓൺ സാലറി ഓഫ് എംപ്ലോയി. നേരത്തെ പറഞ്ഞ 100 കുട്ടികൾക്ക് 100 പെർ മന്ത് ഇൻറ്റു 12 മന്ത്സ് ഇൻറ്റു 2 വരെ നമുക്ക് ഇൻകർ ചെയ്ത എക്സ്പെൻസിന് മാക്സിമം ഇത്ര മാത്രമേ എക്സ്പെൻസ് ആയിട്ട് ചോദിക്കാൻ പറ്റൂ. ഇപ്പോൾ നമുക്ക് കുട്ടികളുണ്ടെങ്കിൽ ഹോസ്റ്റലിൽ നിർത്തുകയാണെങ്കിൽ 300 ഇൻറ്റു 12 ഇൻറ്റു 2 വരെ എക്സ്പെൻസ് നമുക്ക് ചിലവായിട്ട് ചോദിക്കാൻ പറ്റും. അല്ലാതെ അതിൽ അപ്പുറം നമുക്ക് കുട്ടികളെ ഹോസ്റ്റലിൽ നിർത്തുകയും പഠിപ്പിക്കുകയും ചിലവായിട്ട് ചോദിക്കാൻ പറ്റില്ലെന്നാണ് നേരത്തെ പഠിച്ചത്. ടാക്സ് പെയ്ഡ് ബൈ ഓണർ ഓൺ സാലറി ഓഫ് എംപ്ലോയി. പെർക്വിസൈറ്റ് അപ്പൊ നമ്മൾ കൊടുക്കുന്ന ടാക്സിന് പകരം ഓണർ സാലറി ടാക്സ് കൊടുക്കുകയാണെങ്കിൽ അത് നമുക്ക് പെർക്വിസൈറ്റ്സ് ആയിട്ട് കാണും. ജോലിക്കാരന്റെ കയ്യിൽ പെർക്വിസൈറ്റ് ആയിട്ട് കാണും. മെമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്. സ്പൗസ് ഉണ്ട്. ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ സ്പൗസും ചിൽഡ്രനും കുട്ടികളുടെ സ്പൗസുകളും പേരൻസും ആണ് മെമ്പർ ഓഫ് ഹൗസ് ഹോൾഡ്. ചിൽഡ്രനിലെ ആരൊക്കെ വരും? സ്റ്റെപ്പ് ചൈൽഡും അഡോപ്റ്റഡ് ചൈൽഡും. Child born out of multiple birth after first child will be treated. ആദ്യം ഒരു കുട്ടി ഉണ്ടായ രണ്ടാമത്തെ ബർത്തിൽ 2 ട്വിൻസ് ഉണ്ടായ അവരെയും ഇതിൽ തന്നെ പെടുത്തും. എക്സംഷൻ will be available for both such child. ഇനി പറയുക റെന്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. ടൈപ്പ് ഓഫ് എംപ്ലോയി. ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഈ റെന്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷന്റെ ലൈസൻസ് ഫ്രീ പെർക്വിസൈറ്റ് ആയിട്ട് കാണും. ഇനി ഗവൺമെന്റ് എംപ്ലോയി അല്ല, ഈ ഹൗസ് ഓണറിന്റെ സ്വന്തമാണ്, ഓണറിന്റെ വീട് തന്നെയാണ് നമുക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് തന്നിരിക്കുന്നെങ്കിൽ അത് പോപ്പുലേഷൻ 10 ലക്ഷത്തേക്കാളും താഴെയുള്ള ഏരിയ ആണെങ്കിൽ സാലറിയുടെ 7.5% ജോലിക്കാരന്റെ കൊടുത്ത പെർക്വിസൈറ്റ് ആയിട്ട് കാണും, ഇൻകം ആയിട്ട് കാണും. പോപ്പുലേഷൻ 10 ലക്ഷത്തിനും 25 ലക്ഷത്തിനും ഇടയിലുള്ള ഒരു സ്ഥലമാണെങ്കിൽ സാലറിയുടെ 10%, 25 ലക്ഷത്തിൽ കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ഏരിയ ആണെങ്കിൽ സാലറിയുടെ 15% പെർക്വിസൈറ്റ് ആയിട്ട് കാണും. ഇനി ഓണർ റെന്റിനെടുത്ത ഹൗസ് ആണ് നമുക്ക് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആയിട്ട് തന്നിരിക്കുന്നെങ്കിൽ 15% സാലറി ഓർ ആക്ച്വലി ലീസ് എത്രയാണ് ഓണർ കൊടുത്തത് വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് കിട്ടിയ പെർക്വിസൈറ്റ് ആയിട്ട് കാണും.
അക്കോമഡേഷൻ പ്രൊവൈഡ് ഇപ്പോൾ ഹോട്ടലിലാണ് നമ്മുടെ ഓണർ സെൻട്രൽ ഗവൺമെന്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഹോട്ടലിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഗവൺമെന്റ് ആണെങ്കിൽ നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഹോട്ടലിൽ നമുക്ക് അക്കോമഡേഷൻ തരികയാണെങ്കിൽ എന്തെങ്കിലും കാര്യമില്ല, സാലറിയുടെ 24% ഓൺ ആക്ച്വൽ ഹോട്ടൽ ചാർജസ് എംപ്ലോയർ ചാർജിങ് വിച്ച് എവർ ഈസ് ലോവർ നമുക്ക് പെർക്വിസൈറ്റ് ആയിട്ട് കാണും. If stay in hotel is less than, പക്ഷെ ഹോട്ടലിലെ സ്റ്റേ 15 ഡേയ്സിന് താഴെയാണെങ്കിൽ പെർക്വിസൈറ്റ് ആയിട്ട് കാണില്ല. 15 ഡേയ്സിന് മുകളിലാവുകയാണ് ജോബ് ട്രാൻസ്ഫർ വന്ന സമയത്ത്, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് ചെയ്യുന്ന സമയത്ത് 15 ഡേയ്സിലേക്ക് കൂടുതലാണെങ്കിൽ പെർക്വിസൈറ്റ് ആയിട്ട് കാണും. 15 ഡേയ്സിന് താഴെയാണെങ്കിൽ പെർക്വിസൈറ്റ് ആയിട്ട് കാണില്ല. House is given at 2 places on transfer up to 90 days, 3 മാസം. Only one house having lower perquisite value shall be taxable. 2 സ്ഥലത്തായിട്ടാണ് വീട് കൊടുത്തത് ട്രാൻസ്ഫർ വരുന്ന സമയത്ത്. അപ്പം 3 മാസം വരെയാണെങ്കിൽ അങ്ങനെ 2 പ്ലേസ് ആയിട്ട് കൊടുത്തെങ്കിൽ ലോവർ വാല്യൂ ഉള്ള ഹൗസിന് പെർക്വിസൈറ്റ് വാല്യൂ ആയിട്ട് എടുക്കും. 90 ഡേയ്സിന് മുകളിൽ നമ്മൾ അങ്ങനെ ആ ഹൗസ് 2 സ്ഥലത്തായിട്ട് ഓക്കെ. അപ്പൊ ഒരു ഹൗസ് ഹാവിങ് ലോവർ പെർക്വിസൈറ്റ്സ് 90 ഡേയ്സ് അപ്പൊ 90 ഡേയ്സ് വരെ ഒരു ഹൗസ് ഹാവിങ് ലോവർ പെർക്വിസൈറ്റ് വാല്യൂ ഷാൽ ബി ടാക്സബിൾ. അപ്പം നമ്മൾ പറഞ്ഞെടുത്ത് ഹൗസ് ഈസ് ഗീവൻ അറ്റ് 2 places ഓൺ ട്രാൻസ്ഫർ അപ് ടു 90 ഡേയ്സ്. ഓൺലി വൺ ഹൗസ് ഹാവിങ് ലോവർ 90 ഡേയ്സിന് അപ്പുറം നമ്മൾ 2 സ്ഥലമായിട്ട് പ്ലേസ് ഓഫ് ട്രാൻസ്ഫർ വന്നുകൊണ്ട് കൊടുത്തതാണ്. അപ്പം എന്ത് സംഭവിക്കുന്നു? ഓൺലി വൺ ഹൗസ് ഹാവിങ് ലോവർ പെർക്വിസൈറ്റ് വാല്യൂ ഷാൽ ബി ടാക്സബിൾ. 90 ഡേയ്സിന് കൂടുതൽ 2 ഹൗസ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബോത്ത് ഹൗസസ് ഷാൽ ബി ടാക്സബിൾ ആസ് പെർക്വിസൈറ്റ്സ്. 2 ഹൗസും ടാക്സബിൾ ആയിട്ട് കാണും. വാല്യൂഷൻ ഓഫ് ഫർണിഷ്ഡ് അക്കോമഡേഷൻ. ഇനി ഫർണിഷ്ഡ് അക്കോമഡേഷൻ ആണ് നമ്മൾ കൊടുക്കണമെങ്കിൽ ടാക്സബിൾ വാല്യൂ പെർക്വിസൈറ്റ് ഈസ് അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ. അതായത് 10% പെർ ആണ് ആ ഫർണിച്ചറിന്റെ ഫർണിഷ്ഡ് അക്കോമഡേഷൻ നമുക്ക് തരികയാണെങ്കിൽ ഫർണിച്ചറിന്റെ 10% ആ പെർക്വിസൈറ്റ്സിന്റെ കൂടെ ആഡ് ചെയ്യും. ഈ ഫർണിച്ചർ ഓണറാണ് ഓൺ ചെയ്യുന്നെങ്കിൽ. പിന്നെ അത് ലീസ് ചാർജസ് വല്ലതും ഓണർ ഹയർ ചെയ്തിട്ടാണ് ഫർണിച്ചർ വന്നെങ്കിൽ അതും ആഡ് ചെയ്യും. ഓക്കെ. റെന്റ് ഫ്രീ ഒഫീഷ്യൽ റെസിഡൻസ് പ്രൊവൈഡഡ് ടു ജഡ്ജ് ഓഫ് ഹൈക്കോർട്ടിനും സുപ്രീം കോർട്ടിനൊക്കെ കൊടുത്തതിന് ടാക്സ് ഇല്ല. റെന്റ് ഫ്രീ ഫർണിഷ്ഡ് ഹൗസ് പ്രൊവൈഡഡ് ടു ഓഫീസർ ഓഫ് പാർലമെന്റ് ജഡ്ജിനൊക്കെ കൊടുക്കണമെന്നില്ല. അല്ലാത്ത ഫർണിഷ്ഡ് അക്കോമഡേഷൻ കിട്ടുകയാണെങ്കിൽ ടാക്സ് വാല്യൂ പെർക്വിസൈറ്റ്സ് ആണ്. at 10% original cost of furniture, at lease charges or rent paid. Okay. യൂസ് ഓഫ് മൂവബിൾ അസറ്റ്. അപ്പൊ അസറ്റ് ഗീവൻ ലാപ്ടോപ്പോ കമ്പ്യൂട്ടേഴ്സ് ആണെങ്കിൽ പെർക്വിസൈറ്റ്സ് ഇല്ല. ഈ ലാപ്ടോപ്പോ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ ജോലിക്കാർക്ക് ഉപയോഗിക്കാൻ കൊടുക്കുകയാണെങ്കിൽ പെർക്വിസൈറ്റ്സ് ആയിട്ട് ആയിരിക്കില്ല. അതർ മൂവബിൾ അസറ്റ്സ് ഉണ്ടെങ്കിൽ 10% പെർ ആനം ഓഫ് ആക്ച്വൽ കോസ്റ്റ്. അതർ മൂവബിൾ അസറ്റ്സിൽ വാല്യൂ ആക്ച്വൽ കോസ്റ്റ് 10% റെന്റ് ചാർജസ് പെർക്വിസൈറ്റ്സ് ആയിട്ട് എടുക്കും. Completed years of use is not required. Even use of asset for part of the year ആണെങ്കിലും എടുക്കും, പെർക്വിസൈറ്റ് ആയിട്ട് കാണും. Transfer of movable asset at discounted or nominal price. പെർക്വിസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടൈം വാല്യൂ. റിട്ടേൺ ടൈം വാല്യൂ നമ്മൾ ആക്ച്വൽ കോസ്റ്റ് എത്രയും മൂവബിൾ അസറ്റ്സിന്റെ ആണ്, മൈനസ് ഡിപ്രിസിയേഷൻ, മൈനസ് ജോലിക്കാരന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പൈസ വാങ്ങിച്ചിട്ട് അതും കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് റിട്ടേൺ ടൈം വാല്യൂ ആയിട്ട് കാണാം. Rate of depreciation decreases.
ഡിഡക്ട് ഫ്രം കംപ്ലീറ്റ് ഇയർ ഓഫ് യൂസ് ഓൺലി. കമ്പ്യൂട്ടർ ഇലക്ട്രോണിക്സ് ഒക്കെ ആണെങ്കിൽ 15% റിട്ടേൺ ഡൗൺ വാല്യൂ ആൻഡ് ഡിപ്രിസിയേഷൻ. മോട്ടോർ കാറിന് 20% റിട്ടേൺ ഡൗൺ വാല്യൂ ആണ് ഡിപ്രിസിയേഷൻ. എനി അതർ അസറ്റ് ആണെങ്കിൽ 10% സ്ട്രേറ്റ് ലൈൻ മെത്തേഡ്. ഗിഫ്റ്റ് വൗച്ചർ ടോക്കൺ ഒക്കെയാണ് പെർക്വിസൈറ്റ്സ് ആക്ച്വൽ കോസ്റ്റ്. ഓണറിന് എംപ്ലോയറിന് ശരിക്കും ആക്ച്വൽ ആയിട്ട് വന്ന കോസ്റ്റ് ആണ് ഗിഫ്റ്റ് വൗച്ചർ ടോക്കൺ ഒക്കെ പെർക്വിസൈറ്റ് ആയിട്ട് എംപ്ലോയിയുടെ ഇൻകത്തിൽ ആഡ് ചെയ്യുക. ഹൗവർ അഗ്രിഗേറ്റ് എക്സംഷൻ ഓഫ് 5,000 if ഗിഫ്റ്റ് ഈസ് റിസീവ്ഡ് ഇൻ കൈൻഡ്. അപ്പം അഗ്രിഗേറ്റ് എക്സംഷൻ ഓഫ് എത്ര മൊത്തത്തിലുള്ള എക്സംഷൻ 5,000 കിട്ടും ഇഫ് ഗിഫ്റ്റ് റിസീവ്ഡ് ഇൻ കൈൻഡ് ആണെങ്കിൽ. ക്യാഷ് ഗിഫ്റ്റ്സ് ഒക്കെ ആണെങ്കിൽ ഫുള്ളി ടാക്സബിൾ ആണ്. ഇൻ കൈൻഡിലാണെങ്കിൽ ക്യാഷ് അല്ലാത്ത ഫോമിൽ ഗിഫ്റ്റ് കിട്ടണമെങ്കിൽ 5,000 വരെയാണെങ്കിൽ ഓക്കെ. അതിനപ്പുറം ക്യാഷ് അല്ലാത്ത രീതിയിൽ നമുക്ക് ഗിഫ്റ്റ് കിട്ടിയാൽ ടാക്സ് ചെയ്യും. ക്യാഷ് ഗിഫ്റ്റ് ഫുള്ളി ടാക്സബിൾ ആണ്, അതിന് എക്സംഷൻ ഒന്നുമില്ല. പേയ്മെന്റ് ഓർ റീഇംബേഴ്സ്മെന്റ് ഓഫ് ടെലിഫോൺ ഓർ മൊബൈൽ ബിൽസ് ഒക്കെ പെർക്വിസൈറ്റ്സ് ആണ്. ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസസ് ഉണ്ട്. എക്സ്പെൻസസ് ബൈ എംപ്ലോയർ മൈനസ് എക്സ്പെൻസസ് ഓഫ് ക്രെഡിറ്റ് കാർഡ് എക്സ്പെൻസസ് ഒഫീഷ്യൽ പർപ്പസിന് അല്ലാതെ മറ്റ് എക്സ്പെൻസിന് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് ഓണർ തരികയാണെങ്കിൽ അത് പെർക്വിസൈറ്റ് ആയിട്ട് കാണും. ഫ്രീ ഡൊമസ്റ്റിക് സെർവൻറ്റ് അത് എത്രയാണ് ഓണറിന് കോസ്റ്റ് വന്നത് അത് നമ്മുടെ ഇൻകത്തിന്റെ കൂടെ പെർക്വിസൈറ്റ് ആയിട്ട് ആഡ് ചെയ്യും. സാലറി ഓഫ് ഗാർഡനറും എക്സ്പെൻസ് ഓഫ് മെയിൻ്റനൻസും ഒന്നും പെർക്വിസൈറ്റ്സ് അല്ല. അപ്പം ഈ പേയ്മെന്റ് ഓഫ് മൊബൈൽ ബിൽസ്, ഈ ടെലിഫോണും മൊബൈൽ ബിൽസ് ഒരു പേയ്മെന്റ് ഒരു പെർക്വിസൈറ്റ് ആയിട്ട് കാണുന്നില്ല. പക്ഷെ ഗാർഡനും എക്സ്പെൻസും അതും ഇത് രണ്ടും കാണുന്നില്ല. ഏത് ടെലിഫോൺ ബില്ല് റീഇംബേഴ്സ്മെന്റ് തരുന്നത് ഗാർഡനറും മറ്റേ മെയിൻ്റെനൻസ് ഓഫ് ഗാർഡനറും പെർക്വിസൈറ്റ് ആയിട്ട് കാണുന്നില്ല. ഗ്യാസ് ഇലക്ട്രിസിറ്റി ഓർ വാട്ടർ സപ്ലൈ ഒക്കെ തരികയാണെങ്കിൽ എത്രയാണ് ഓണറിന് കോസ്റ്റ് വരുന്നത് അത് പെർക്വിസൈറ്റ് ആയിട്ട് കാണും. ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ ഓർ കൺസെഷണൽ ലോൺ ആണെങ്കിൽ SBIയുടെ റേറ്റ് മൈനസ് കൺസെഷണൽ റേറ്റ് ഇൻറ്റു ഔട്ട്സ്റ്റാൻഡിംഗ് മന്ത്ലി ബാലൻസ് ഓഫ് ലോൺ ആണ്. പക്ഷെ ലോൺ എമൗണ്ട് 20,000 താഴെ ആണെങ്കിൽ അത് പെർക്വിസൈറ്റ് ആയിട്ട് കാണുന്നില്ല. എന്തെങ്കിലും ഡിസീസിനുള്ള ട്രീറ്റ്മെന്റിന് വേണ്ടി ഉപയോഗിച്ചതാണെങ്കിലും അത് പെർക്വിസൈറ്റ് ആയിട്ട് കാണില്ല. ഈ ക്ലെയിം റിസീവ്ഡ് സച്ച് എന്തെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ ആ ക്ലെയിം എമൗണ്ട് നമ്മൾ പെർക്വിസൈറ്റ് ആയിട്ട് കാണും. 20,000 താഴെയുള്ള ലോൺ ആണെങ്കിൽ അത് കാണില്ല. വല്ല ഡിസീസിന് ട്രീറ്റ്മെന്റിന് വേണ്ടി ഉള്ളതാണെങ്കിലും അത് പെർക്വിസൈറ്റ് ആയിട്ട് കാണത്തില്ല. അടുത്ത മോട്ടോർ കാർ ആണ്. മന്ത് എന്ന് ഇവിടെ പറയുന്ന ഉദ്ദേശിക്കുന്നത് കംപ്ലീറ്റഡ് മന്ത്സ് ആണ്. അപ്പൊ ഓണർ ഓഫ് ഹയർ ഓൺഡ് ബൈ, ഇപ്പൊ ഓണർ ആണ് എംപ്ലോയി, ഓണർ തന്നെയാണ് അതിന്റെ ഓണർ. എക്സ്പെൻസസ് ഓണർ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. ഉപയോഗിക്കുന്നത് ഫുള്ളി ഒഫീഷ്യലിനാണെങ്കിൽ അതൊരു പെർക്വിസൈറ്റ് ആയിട്ട് കാണില്ല. കാര്യം അത് എംപ്ലോയീസിന് ബെനിഫിഷ്യൽ അല്ലല്ലോ. എംപ്ലോയർ ആണ് ഓണർ ആണ് ഓൺ ചെയ്തിരിക്കുന്നത്. എക്സ്പെൻസസ് എംപ്ലോയർ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. ഓണർ തന്നെയാണ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നത്, ഓണും ചെയ്യുന്നത്. പക്ഷെ പർപ്പസസ് ഫുള്ളി പേഴ്സണൽ ആയിട്ടാണ് ജോലിക്കാരൻ പ്രൈവറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഓൺ കാർ പ്ലസ് സാലറി ഓഫ് ഡ്രൈവർ പിന്നെ ആക്ച്വൽ കോസ്റ്റിന്റെ 10% ഡിപ്രിസിയേഷൻ ആയിട്ട് ഇത് എല്ലാം കൂടെ കൂട്ടി പെർക്വിസൈറ്റ്സ് ആയിട്ട് ജോലിക്കാരന്റെ ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യും. If expense incurred from employee are deductible, no limit of ₹900 for driver's salary. ചിലപ്പോൾ എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് നമ്മൾ എന്തെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഡിഡക്റ്റബിൾ ആണെങ്കിൽ ഡ്രൈവേഴ്സിന്റെ സാലറിക്ക് 900 അത് ലിമിറ്റേഷൻ ഇല്ല. ഇനി ഓണറിന്റെ സ്വന്തം കാറാണ്, ഓണർ തന്നെയാണ് എക്സ്പെൻസ് നോക്കുന്നത്. പക്ഷെ ജോലിക്കാരെ പാർട്ട്ലി ഓഫീസും പാർട്ട്ലി പ്രൈവറ്റും ആയിട്ട് ഉപയോഗിക്കുകയാണ്. 1600 cc താഴെയുള്ള കാറാണെങ്കിൽ പെർക്വിസൈറ്റ് 1800 പ്ലസ് 900 പെർ മന്ത് ഡ്രൈവറും ഈസിക്കൽ 2700 പെർ മന്ത് പെർക്വിസൈറ്റ് ആയിട്ട് കാണും. 1600 cc മുകളിലുള്ളതാണെങ്കിൽ 2400 പ്ലസ് 900 പെർ മന്ത് ഡ്രൈവർ ഈസിക്കൽ 3300 പെർ മന്ത് പെർക്വിസൈറ്റ് ആയിട്ട് കാണും. എക്സ്പെൻസ് റിക്കവേർഡ് ഫ്രം എംപ്ലോയി ആർ നോട്ട് ഡിഡക്റ്റബിൾ.
എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്ന ഇത് നോട്ട് ഡിഡക്റ്റബിൾ ആണെങ്കിൽ ₹900 per month shall be taxable if driver is provided. ഡ്രൈവറിനെ കൊടുക്കണമെങ്കിൽ ₹900 per month ഡ്രൈവറിനെ കൊടുത്ത ഒരു ഇതായിട്ട് എന്താ ഡ്രൈവറിന് കൊടുത്ത ഒരു വെച്ചതിന് പകരമായിട്ട് പെർക്യൂസൈറ്റ്സ് ആയിട്ട് ഇൻകത്തിന്റെ കൂടെ ആഡ് ചെയ്യും. എക്സ്പെൻസസ് ഒന്നും ജോലിക്കാരന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്നില്ലെങ്കിൽ. പക്ഷെ എക്സ്പെൻസസ് ഒക്കെ ജോലിക്കാരന്റെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ട് റിഡക്ഷൻ ഉണ്ടെങ്കിൽ ഈ 900 per month ഫോർ ഡ്രൈവർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇല്ല. അപ്പൊ അടുത്ത് നോക്കാം. ഇനി അടുത്തത് കാറ് ജോലിക്കാരൻ്റെയാണ്. ഓണറാണ് അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. പാർട്ട്ലി ഒഫീഷ്യലും പാർട്ട്ലി പേഴ്സണലും ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. കാറ് ജോലിക്കാരൻ്റെ തന്നെയാണ്. ഓണറാണ് അതിന്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. അപ്പൊ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ലെസ് 1600 cc താഴെയുള്ള കാറാണെങ്കിൽ 1800 + 900 2700 per month. 1600 cc മുകളിലുള്ളതാണെങ്കിൽ 2400 + 900 3300 per month. ഇനി കാറ് എംപ്ലോയർ ഓൺ ചെയ്യുകയാണ്. എംപ്ലോയി ആണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. പ്രൈവറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് കാർ ഓർ ഹയർ ചാർജസിന്റെ 10%. ബൈക്ക് ഓഫ് ജോലിക്കാരന്റെ ബൈക്കാണ് എംപ്ലോയർ ആണ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. ബോത്തിന് ഉപയോഗിക്കുമെങ്കിൽ എക്സ്പെൻഡിച്ചർ ഇൻകേർഡ് ബൈ ഓണർ എംപ്ലോയർ -900 per month. If two cars are given for partly official and partly personal purpose, രണ്ട് കാറ് തന്നിട്ടുണ്ട്. ഒന്ന് പാർട്ട്ലി രണ്ടിനുമായിട്ട് ഉപയോഗിക്കും, ഒഫീഷ്യലിനും പ്രൈവറ്റിനുമായിട്ട് ഉപയോഗിക്കുമെങ്കിൽ only one car is valued as partly official and മറ്റേ കാറിന് partly personal car, second car valued as personal purpose. അപ്പൊ രണ്ട് കാറുണ്ട്, പാർട്ട്ലി ഒഫീഷ്യലും പാർട്ട്ലി പേഴ്സണലും ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാറിന് ഒഫീഷ്യൽ ആയിട്ട് കാണും, മറ്റേ കാറിന് ഡീംഡ് പേഴ്സണൽ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണും, രണ്ട് കാർ ഓണർ തന്നിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഹൈക്കോടതി ജഡ്ജിന്, സുപ്രീം കോടതി ജഡ്ജ്, ചെയർമാൻ ഓഫ് UPSC ഇവർക്കൊന്നും ഒരു ടാക്സ് അങ്ങനെ ടാക്സബിൾ ഒന്നുമില്ല. ചെയർമാൻ ഓഫ് UPSCക്കും ടാക്സേഷൻ അങ്ങനെ ഇല്ല. അടുത്ത മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. അതിനു മുമ്പ് ഫ്രീ ഓർ കൺസെഷണൽ ഫുഡ് ആൻഡ് നോൺ ആൽക്കഹോളിക് ബിവറേജസ്. ഓഫീസിലെ ഫുഡ് മീല് കൊടുക്കണമെങ്കിൽ എത്രയാണ് ഈ ഒരു ഊണിന് 50 രൂപയേക്കാൾ അപ്പുറം വരികയാണെങ്കിൽ അപ്പുറം വരുന്ന എമൗണ്ട് മൈനസ് എത്ര രൂപ റിക്കവർ ചെയ്യുന്നുണ്ട് അത് പെർക്വിസൈറ്റ്സ് ആയിട്ട് കാണും. ഒരു ഊണിന് 50 രൂപയെക്കാട്ടി കൂടുതൽ വരികയാണെങ്കിൽ അതിനപ്പുറം എത്ര 50 രൂപയെക്കാട്ടിലും വരുന്നുണ്ടെങ്കിൽ അതിനപ്പുറം എത്ര വരുന്നു മൈനസ് എമൗണ്ട് റിക്കവേർഡ് എന്തായിട്ട് കാണും, പെർക്വിസൈറ്റ് ആയിട്ട് കാണും. ഇനി ടീയും സ്നാക്സും ഒക്കെ കൊടുക്കുന്നത് പെർക്വിസൈറ്റ്സ് അല്ല. എംപ്ലോയി ഈസിന് ഒഫീഷ്യൽ ടൂറിന് പോകുമ്പോൾ ഫാമിലിയും കൂടെ കൊണ്ടുപോകുമ്പോഴത്തേക്കിനും ഫാമിലി മെമ്പേഴ്സിന് വരുന്ന എക്സ്പെൻസ് ഓണർ കൊടുക്കുകയാണെങ്കിൽ അത് പെർക്വിസൈറ്റ്സ് ആയിട്ട് കാണും. ഇനി ഒഫീഷ്യൽ ടൂറിനെ ഒരു വെക്കേഷൻ ആക്കി മാറ്റുകയാണെങ്കിൽ അതിന് ഇൻകർ ചെയ്ത എക്സ്പെൻസ് ഓണർ കൊടുക്കുകയാണെങ്കിൽ അതും ഒരു പെർക്വിസൈറ്റ് ആയിട്ട് തന്നെ കാണും. In case of certificate shares, fair market value on excise date minus amount already employee കൊടുത്തതിന്റെ certificate shares ന്റെ ആ ഒരു amount, fair market value minus amount paid by employee, അത് പെർക്വിസൈറ്റ് ആയിട്ട് കാണും. ടാക്സബിൾ ഇൻ ഇയർ ഓഫ് ഏത് ഇയറിലാണ് അലോട്ട്മെന്റ് നടത്തുന്നത് അതിന് അപ്പോൾ അത് ടാക്സബിൾ ആയിരിക്കും. മെഡിക്കൽ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ. മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓണറുടെ സ്വന്തം ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിയപ്പോൾ അത് പെർക്വിസൈറ്റ്സ് അല്ല. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് പെർക്വിസൈറ്റ്സ് അല്ല. ഓൺ റെക്കമെൻഡേഷൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടത്തിയാലും പെർക്വിസൈറ്റ്സ് അല്ല. CCID അപ്രൂവ്ഡ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റ് നടത്തിയാലും പെർക്വിസൈറ്റ്സ് അല്ല. പക്ഷെ മറ്റ് അതർ ഫെസിലിറ്റി ഇൻ ഇന്ത്യ ഫാമിലി ഡോക്ടേഴ്സ് ഒക്കെ കൊടുക്കുക അല്ലെങ്കിൽ മറ്റ് ഫെസിലിറ്റി ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആകും.
മെഡിക്കൽ ഫെസിലിറ്റി ഔട്ട്സൈഡ് ഇന്ത്യയിലെ ട്രീറ്റ്മെന്റ് RBI പറയുന്ന അനുസരിച്ച് എക്സംപ്റ്റ് അപ് ടു പെർമിറ്റഡ് ബൈ RBI. കോസ്റ്റ് ഓഫ് സ്റ്റേ എന്ന് പറയുമ്പോൾ പെർക്വിസൈറ്റ് ഈസിൽ എമൗണ്ട് ഈസ് ക്രിയേറ്റഡ്. RBI പറയുന്നതിനെക്കാട്ടി കൂടുതൽ എമൗണ്ട് കോസ്റ്റ് ഓഫ് സ്റ്റേ വന്നിട്ട് അത് എംപ്ലോയർ കൊടുക്കുകയാണെങ്കിൽ അത് പെർക്വിസൈറ്റ് ആവും. കോസ്റ്റ് ഓൺ ട്രാവൽ എന്ന് പറഞ്ഞാൽ എക്സെന്റ് ഓൺലി ഗ്രോസ് ടോട്ടൽ, ഒരു എംപ്ലോയിയുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം ഈ എക്സ്പെൻസ് കൂട്ടാതെ 2 ലക്ഷത്തിൽ താഴെ ആണെങ്കിൽ എന്നിട്ട് അദ്ദേഹത്തിന് കോസ്റ്റ് ഓൺ ട്രാവൽ കിട്ടുകയാണെങ്കിൽ അത് എക്സെപ്റ്റഡ് ആണ്. കാരണം അദ്ദേഹത്തിന്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം 2 ലക്ഷത്തിന് താഴെയാണ്. ഫിക്സഡ് മെഡിക്കൽ അലവൻസ് ഫുള്ളി ടാക്സബിൾ ആണ്. ഹെൽത്ത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം ഓണർ കൊടുക്കുന്ന ഹെൽത്ത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെർക്വിസൈറ്റ്സ് അല്ല, അതുകൊണ്ട് ടാക്സബിൾ അല്ല. ഈ ഓണർ ചിലപ്പോൾ ഹെൽത്തിന്റെ പ്രീമിയം അടയ്ക്കും, അത് പെർക്വിസൈറ്റ്സ് അല്ല, ടാക്സ് ഇല്ല. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ഓഫ് എംപ്ലോയി പെയ്ഡ് ബൈ എംപ്ലോയർ. ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം ആണ് ഓണർ അടച്ചെങ്കിൽ അത് ഇൻകത്തിന്റെ കൂടെ പെർക്വിസൈറ്റ്സ് ആയിട്ട് ആഡ് ചെയ്യും. ഫാമിലിയിൽ നിന്ന് സ്പൗസും 2 ചിൽഡ്രനും ഡിപ്പെൻഡന്റ് പേരൻസും ബ്രദറും സിസ്റ്റേഴ്സും ചേരുന്നതാണ്. ഫ്രീ എഡ്യൂക്കേഷൻ പറയുമ്പോൾ എംപ്ലോയീസ് ജോലിക്കാരന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് പെർക്വിസൈറ്റ്സ് അല്ല. ഫാമിലി മെമ്പേഴ്സിന്റെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലാണെങ്കിൽ അത് ഫുള്ളി ടാക്സബിൾ ആണ് ആ കിട്ടുന്ന പെർക്വിസൈറ്റ്സ്. എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഓഫ് എംപ്ലോയീസ് കോസ്റ്റ് ഇൻ സെയിം ലൊക്കാലിറ്റിയിൽ, അതായത് ഒരു കുട്ടിക്ക് 1000 പെർ മന്ത് കൂടുതൽ ഓണർ ഇൻകർ ചെയ്യാൻ പാടില്ല, എങ്കിലേ എക്സംഷൻ കിട്ടുള്ളൂ. ചിൽഡ്രന്റെ എംപ്ലോയീസിന്റെ മക്കൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് ഒരു പെർക്വിസൈറ്റ്സ് അല്ല. അടുത്ത വാല്യുവേഷൻ ഓഫ് ലീവ് ട്രാവൽ കൺസെഷൻ ഇൻ ഇന്ത്യ. ജേർണി ഇൻ ഇന്ത്യ ഒൺലി അലോങ് വിത്ത് ഫാമിലിയുടെ കൂടെ മെഡിക്കൽ ഫെസിലിറ്റി കൂടെയാണ് ഇൻ ഇന്ത്യ അലോങ് ട്രാവൽ കൺസെഷൻ ഇൻ ഇന്ത്യ. മെഡിക്കൽ ഫെസിലിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ പോളിസി തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. അതായത് ഒരു ബ്ലോക്ക് ഓഫ് 4 years 2 ജേർണിയാണ് എക്സംപ്റ്റഡ് ആയിട്ട് അലോ ചെയ്യുന്നുള്ളൂ. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ 2018 മുതൽ 2022 വരെയുള്ള ബ്ലോക്ക് ഉണ്ട്. എക്സംഷൻ ഈസ് ബേസ്ഡ് ആക്ച്വൽ ആയിട്ട് ട്രിപ്പിന് എത്ര ചെലവ് വന്ന് അതാണ് എക്സംഷൻ ആയിട്ട് കിട്ടുക. ബസ് ഫെയർ, റെയിൽ ഫെയർ, എയർ ഫെയർ, ഷോർട്ടസ്റ്റ് റൂട്ടിലുള്ളതാണ് നമുക്ക് എക്സംഷൻ ആയിട്ട് കിട്ടുക. മാത്രം ഒരു 2 ജേർണിയിൽ ഒരു ജേർണി വേണമെങ്കിൽ നമുക്ക് നടത്താൻ പറ്റിയില്ലെങ്കിൽ അടുത്ത ബ്ലോക്കിലേക്ക് ഫസ്റ്റ് കലണ്ടർ ഇയർ നെക്സ്റ്റ് ബ്ലോക്കിലേക്ക് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാം. എമൗണ്ട് ഓഫ് എക്സംഷൻ എന്ന് പറയുമ്പോൾ എയർ വഴി പോവുകയാണെങ്കിൽ എക്കണോമിക് ക്ലാസ് ഫെയറോ അല്ലെങ്കിൽ ആക്ച്വൽ എമൗണ്ട് സ്പെൻഡ് വിച്ച് എവർ ഈസ് ലോവറെ കിട്ടുള്ളൂ. ട്രെയിൻ വഴി പോവുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഫെയറോ അല്ലെങ്കിൽ എമൗണ്ട് സ്പെൻഡ് വിച്ച് എവർ ഈസ് ലോവറെ കിട്ടുള്ളൂ. ജേർണി ബൈ റോഡ് വെൻ ട്രെയിൻ ഈസ് അവൈലബിൾ. ട്രെയിൻ അവൈലബിൾ ആയ സമയത്ത് നമ്മൾ റോഡ് വഴി പോവുകയാണെങ്കിൽ ലോവറോ ഫസ്റ്റ് ക്ലാസ് ഫെയറോ എമൗണ്ട് സ്പെൻഡ് തന്നെ കിട്ടത്തുള്ളൂ. ഇഫ് നോ റെയിൽ ബട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് റെയിൽ ഇല്ല പക്ഷെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉണ്ടെങ്കിൽ ഡീലേഴ്സ് ഫെയറോളോ എമൗണ്ട് സ്പെൻഡ് വിച്ച് എവർ ഈസ് ലോവർ ആണ് എക്സംഷൻ ആയിട്ട് കിട്ടുള്ളൂ. ഇനി അടുത്തത് ക്ലബ് എക്സ്പെൻഡിച്ചറിൽ എക്സ്പെൻഡിച്ചർ ആനുവൽ ഫീസ്, അതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒഫീഷ്യൽ പർപ്പസിനുള്ളത് കുറച്ച് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് റിക്കവർ ചെയ്ത് കുറച്ച് ബാക്കിയുള്ളത് പെർക്വിസൈറ്റ് ആയിട്ട് കാണും. പക്ഷെ ഹെൽത്ത് ക്ലബിനും സ്പോർട്സ് ഫെസിലിറ്റിക്കും വേണ്ടി അത് ഹെൽത്തിന് വേണ്ടിയുള്ള, അതുകൊണ്ട് അത് പെർക്വിസൈറ്റ് ആയിട്ട് കാണില്ല. ഇൻഷ്യൽ ഫീ ഫോർ കോർപ്പറേറ്റ് മെമ്പർഷിപ്പിന് വേണ്ടിയുള്ള ഇൻഷ്യൽ ഫീ ആണെങ്കിലും പെർക്വിസൈറ്റ് ആയിട്ട് കാണില്ല. Fee or concessional ticket by employer engaged in GP transport business. Value at which such tickets are offered by employer to public. പബ്ലിക്കിന് ഇപ്പോൾ എന്തെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ ബിസിനസ് ചെയ്യുന്ന ഒരു ഓണറാണ്, അപ്പോൾ എംപ്ലോയീസിന് കൺസെഷണൽ ടിക്കറ്റ്സ് കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള പബ്ലിക്കിന് കൊടുക്കുന്ന ടിക്കറ്റിന്റെ അതേ ഫെയർ റേറ്റ് പെർക്വിസൈറ്റ്സ് ആയിട്ട് കാണും. ഫ്രീ ടിക്കറ്റ്സ് ഗിവൻ ടു എംപ്ലോയീസ് ഓഫ് എയർലൈൻ ഓർ റെയിൽവേ. പക്ഷേ എയർലൈൻ റെയിൽവേയിൽ എംപ്ലോയീസിന് ഫ്രീ ടിക്കറ്റ് കൊടുക്കുന്നത് പെർക്വിസൈറ്റ്സ് അല്ല. പെർക്വിസൈറ്റ്സ് ടാക്സബിൾ ഓൺലി ടു സ്പെസിഫൈഡ് എംപ്ലോയി. അതായത് സ്പെസിഫൈഡ് എംപ്ലോയീസിന് മാത്രം ചില പെർക്വിസൈറ്റ്സ് ടാക്സബിൾ ആണ്. അത് സെക്ഷൻ 17 പ്രകാരം. അതേതൊക്കെയാണ്? സ്വീപ്പറും ഗാർഡനറും വാച്ച്മാനും പേഴ്സണൽ അറ്റൻഡറും ഗ്യാസ്, ഇലക്ട്രിസിറ്റി, വാട്ടർ, ഫീ ഓഫ് കൺസെഷൻ, മോട്ടോർ കാർ, കൺസെഷൻ, എഡ്യൂക്കേഷൻ ഫെസിലിറ്റി സ്പെസിഫൈഡ് എംപ്ലോയിക്ക് കൊടുക്കുകയാണ്. അപ്പൊ എന്ന് വെച്ചാൽ ഹൈ ക്ലാസ് ആണ്. സ്പെസിഫൈഡ് എംപ്ലോയിക്ക് ആണെങ്കിൽ ഇതെല്ലാം പെർക്വിസൈറ്റ്സ് ആയിട്ട് കാണും, സാധാരണ എംപ്ലോയിക്ക് ആണെങ്കിൽ കാണില്ല. സ്പെസിഫൈഡ് എംപ്ലോയി എന്ന് പറഞ്ഞാൽ ഡയറക്ടർ പ്ലസ് കമ്പനിയിൽ സബ്സ്റ്റാൻഷ്യൽ ഇൻട്രസ്റ്റ് ഉണ്ട്,
മേ ബി 20% കൂടുതൽ ഹോൾഡിംഗ് ഉണ്ടാവും. പ്ലസ് സാലറി 50,000 കൂടുതലായിരിക്കും. ബൈ കാൽക്കുലേറ്റിംഗ് ദ ലിമിറ്റ് ഓഫ് 50,000 ഓൾ നോൺ മോണിറ്ററി ബെനിഫിറ്റ്സും എക്സം മോണിറ്ററി ബെനിഫിറ്റ്സും HRAയും ഡിഡക്ഷൻസ് ഒന്നും കൂട്ടത്തില്ല. അടുത്തത് deduction allowed from salary income. Standard deduction ഇപ്പോൾ lower of the following: salary income or rupees 50,000 whichever is lower ആണ് ഇപ്പോഴത്തെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. എന്റർടൈൻമെന്റ് അലവൻസ് ഇപ്പോൾ ഗവൺമെന്റ് എംപ്ലോയീസിന് മാത്രമുള്ള എന്റർടൈൻമെന്റ് അലവൻസ്, മറ്റുള്ളവർക്കില്ല. ഫസ്റ്റ് ഇൻക്ലൂഡിംഗ് സാലറി ഇൻകം ആൻഡ് ഡിഡക്ഷൻസ് ആൻഡ് ദെൻ ഡിഡക്ഷൻ ഈസ് അലൗഡ് അണ്ടർ സെക്ഷൻ 16. Least is except for government employees only. Entertainment allowance actually received during previous year കിട്ടിയ entertainment allowance rupees 5,000 or 20% basic salary whichever is lower ആണ് exemption ആയിട്ട് കിട്ടുക. ആക്ച്വൽ എക്സ്പെൻഡിച്ചർ ടുവേഴ്സ് എന്റർടൈൻമെന്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ ലിമിറ്റ് തന്നിട്ടുണ്ട് 5,000 or 20% ബേസിക് സാലറി whichever is lower നമുക്ക് എക്സംഷൻ ആയി കിട്ടും. അടുത്ത പ്രൊഫഷണൽ ടാക്സ്. പ്രൊഫഷണൽ ടാക്സ് സെക്ഷൻ 16 ആണ്. ഡിഡക്റ്റബിൾ ഓൺ പേയ്മെന്റ് ബേസിസ് ഡ്യൂറിംഗ് പ്രീവിയസ് ഇയർ. ഇഫ് എംപ്ലോയർ പേസ് പ്രൊഫഷണൽ ടാക്സ് ഓഫ് എംപ്ലോയി, ഓണറാണ് ജോലിക്കാരന്റെ പ്രൊഫഷണൽ ടാക്സ് അടയ്ക്കണമെങ്കിൽ ഫസ്റ്റ് സാലറി ഇൻകത്തിൽ പെർക്വിസൈറ്റ്സ് ആയിട്ട് ഉൾപ്പെടുത്തിയിട്ട് പിന്നെയാണ് റിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. Central government cannot impose professional tax more than 2,500 per annum levied by state and under Article 276 of the Constitution. Relief under Section 89 ഉണ്ട്. അത് ഇൻഡിവിജ്വൽസിന് മാത്രമാണ്. If any individual receives advance salary in arrears, profit and lieu salary during previous year, and because of such receipt his income is taxed at the rate a higher rate, in case relief under Section 89 is available. അതായത് അറിയേഴ്സ് സാലറി ഒരുമിച്ച് കിട്ടിയപ്പോഴേക്കും വലിയ എമൗണ്ട് ആയിപ്പോയി, അഡ്വാൻസ് സാലറി എല്ലാം കൂടെ ചേർത്തപ്പോൾ സാധാരണ കിട്ടുന്ന സാലറികൾ അപ്പുറമായി പോകുമ്പോൾ റിലീഫ് ഉണ്ട്. പ്രൊസീജിയർ ഫോർ കമ്പ്യൂട്ടിംഗ് റിലീഫ് ഈസ് ഗിവൻ ആസ് ഇൻ റൂൾ 21. കമ്പ്യൂട്ട് ടാക്സ് പേയബിൾ ഓഫ് പ്രീവിയസ് ഇയറിലെ ടാക്സ് പേയബിൾ കമ്പ്യൂട്ട് ചെയ്യുക of receipt or arrears or advance of salary. Total income including advance salary അല്ലെങ്കിൽ salary in arrear കമ്പ്യൂട്ട് ചെയ്യുക. Total income excluding advance salary ആദ്യം advance salary in arrear കൂടി include ചെയ്യും ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ അത് കഴിഞ്ഞ് ഇൻക്ലൂഡ് ചെയ്യാതെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന് രണ്ട് ഡിഫറൻസ് എടുക്കുമ്പോൾ ടാക്സ് ഓൺ അഡീഷണൽ സാലറി ഇൻക്ലൂഡ് ചെയ്യും ടോട്ടൽ ഇൻകം നമുക്ക് കിട്ടും. Calculate tax payable of previous year to which arrears or advance salary relates എന്ന് പറയുമ്പോഴത്തേക്കും ഇതുപോലെയാണ്. ആദ്യം ആ ഇൻകം ഇൻക്ലൂഡ് ചെയ്തെടുക്കുക, പിന്നെ എക്സ്ക്ലൂഡ് ചെയ്തെടുക്കുക, അതിന് ഡിഫറൻസ് എടുക്കുക. Relief under Section 89. Excess tax on additional salary as calculate. Excess tax ഇപ്പോൾ കാൽക്കുലേറ്റ് ചെയ്ത ആ എമൗണ്ട് ആണ് റിലീഫ് ആയിട്ട് നമുക്ക് കിട്ടുക. അടുത്തത് ലീവ് സാലറിനെ കുറിച്ചാണ്. നമ്മൾ ലീവ് സാലറി നമുക്ക് ലീവ് എടുക്കാതെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷം ഒരു മാസമൊക്കെ ലീവ് എടുക്കാതെ അത് എടുക്കാതെ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് സാലറി ആയിട്ട് കിട്ടും. അത് വരെ റിട്ടയർമെന്റ് സമയത്ത് നമുക്കത് വാങ്ങാം. ഡ്യൂറിങ് സർവീസ് ഇരിക്കുമ്പോൾ തന്നെ അങ്ങനെ ലീവ് എടുക്കാതെ വർക്ക് ചെയ്തിട്ട് കിട്ടിയ സാലറി നമ്മൾ എൻകാഷ് ചെയ്യുകയാണെങ്കിൽ ഫുള്ളി ടാക്സിബിൾ ആവും. പക്ഷെ റിട്ടയർമെന്റ് സമയത്ത് ടെർമിനേഷൻ സമയത്ത് ഗവൺമെന്റ് എംപ്ലോയിക്ക് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയി റിട്ടയർ ചെയ്യുന്ന സമയത്ത് ആ ലീവ് സാലറി കയ്യിൽ വാങ്ങുമ്പോൾ ലീവ് സാലറി കയ്യിൽ കിട്ടിയതോ അല്ലെങ്കിൽ 3 lakhs മാക്സിമം എക്സംഷൻ ഫോർ ലൈഫ് ടൈം. ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യം എക്സംഷൻ കിട്ടുള്ളൂ. 3 ലക്ഷം മാക്സിമം ആയിട്ട് ഒരു പ്രാവശ്യം കിട്ടുള്ളൂ, അതിനപ്പുറം കിട്ടത്തില്ല. ലീവ് സാലറി കയ്യിൽ കിട്ടിയത് 3 lakhs 10 into ആവറേജ് ഓഫ് ലാസ്റ്റ് 10 months ലീവ് ഏൺഡ് ഇൻ മന്ത്സ് ഇൻറ്റു ആവറേജ് സാലറി ആവറേജ് മന്ത്ലി സാലറി. ഇതിന്റെ വിച്ചർ ഈസ് ലോവർ ആണ് നമുക്ക് എക്സംഷൻ ആയിട്ട് കിട്ടുക. ലീവ് ഏൺഡ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിന്റെ നമ്പർ ഓഫ് ലീവ്സ് ക്രെഡിറ്റ് ഓർ മന്ത്. മാക്സിമം 30 days ഇയർ ആണ് അലോ ചെയ്തേക്കുന്നത്. മൈനസ് ലീവ് എത്ര എടുത്തു. ആവറേജ് സാലറി 10 months ഫ്രം റിട്ടയർമെന്റ് ഡേറ്റ് ആണ്. റിട്ടയർമെന്റ് ഡേറ്റിന് മുന്നേ തൊട്ട് പുറകിലേക്കുള്ള 10 മാസത്തെ ആവറേജ് സാലറി ആവറേജ് മന്ത്ലി സാലറി ആയിട്ട് എടുക്കുന്നത്. ഗ്രാറ്റുവിറ്റി എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് എംപ്ലോയി ഉണ്ട്, നോൺ ഗവൺമെന്റ് എംപ്ലോയി ഉണ്ട്. ഗവൺമെന്റ് എംപ്ലോയിക്ക് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയി 2 ടൈപ്പ് ഉണ്ട്. ഗ്രാറ്റുവിറ്റി ആയിട്ട് കവർ ചെയ്തതും കവർ ചെയ്യാത്തതുമായിട്ടുള്ളത്. ഗ്രാറ്റുവിറ്റി കവർ ചെയ്തവരാണെങ്കിൽ ഗ്രാറ്റുവിറ്റി കയ്യിൽ കിട്ടിയത് 20 lakhs. അപ്പം എത്രയാണ് ടൈം ഇൻറ്റു
15 days സാലറി, അല്ലെങ്കിൽ സീസണൽ എംപ്ലോയീസ് ആണെങ്കിൽ 7 days. LOS ഇപ്പം മോർ ദാൻ ഹാഫ് ആണെങ്കിൽ ടൈം ഉണ്ടെങ്കിൽ, മോർ ദാൻ ഹാഫ് ഓഫ് എ ഇയർ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫുൾ ഇയർ ആയിട്ട് എടുക്കും. അല്ലെങ്കിൽ അല്ലാതെ എത്ര വർഷം വർക്ക് ചെയ്തു അതാണ് LOS ആയിട്ട് എടുക്കുന്നത്. മോർ ദാൻ ഹാഫ് ഓഫ് ഇയർ വർക്ക് ചെയ്ത് ആ ഇയറിനെയും ഫുൾ ആയിട്ട് ഇയർ ആയിട്ട് ഇതിനോട് ഇയർ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. ഇയർ ഓഫ് സർവീസ് ഇൻറ്റു 15 days സാലറി, 7 days ആണ് സീസണൽ എംപ്ലോയീസ് ആണെങ്കിൽ. ഇനി ഗ്രാറ്റുവിറ്റി ആയിട്ട് കവർ ചെയ്യാത്ത നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണ് ഗ്രാറ്റുവിറ്റി കിട്ടിയ 20 lakhs ഹാഫ് ഓഫ് ആവറേജ് മന്ത്ലി സാലറി ഇൻറ്റു കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് വിച്ച് ഈസ് ലോവർ ആണ് നമുക്ക് എന്തായി കിട്ടുക, ഗ്രാറ്റുവിറ്റിക്ക് എക്സംഷൻ ആയി കിട്ടുന്നത്. ആവറേജ് മന്ത്ലി സാലറി എന്ന് പറയുമ്പോഴത്തേക്കും ഇത് റിട്ടയർ ചെയ്യുന്നതിന് ആ ഡേറ്റിന് തൊട്ട് പുറകിലുള്ള 10 മാസമാണ് ആവറേജ് മന്ത്ലി സാലറി ഒക്കെ എടുക്കുക. കംപ്ലീറ്റ് ഇയർ ഓഫ് സർവീസ് ഇൻക്ലൂഡ് ഏർലിയർ എംപ്ലോയ്മെന്റ് ഇഫ് എംപ്ലോയി വാസ് നോട്ട് എൻറ്റൈറ്റിൽഡ് ടു ഗ്രാറ്റുവിറ്റി ഡ്യൂറിംഗ് ദാറ്റ് എംപ്ലോയ്മെന്റ്. ഇയേഴ്സ് ഓഫ് നേരത്തെ ഇയേഴ്സ് ഓഫ് സർവീസും ഏർലിയർ എംപ്ലോയ്മെന്റിന്റെ സമയത്തുള്ള വർഷവും എടുക്കും. ഇപ്പൊ ആ സമയത്ത് അവിടെ ഗ്രാറ്റുവിറ്റിക്ക് എൻറ്റൈറ്റ്മെന്റ് ഇല്ലെങ്കിൽ അപ്പോൾ ഈ 15 days സാലറി എന്ന സാലറി ലാസ്റ്റ് ഡ്രോൺ ഡിവൈഡ് ബൈ 26 into 15 ആണ്. ഗ്രാറ്റുവിറ്റി റിസീവ്ഡ് ബൈ ഡിഫൻസ് പേഴ്സണൽ ആണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ഡിഫൻസ് പേഴ്സണൽ കിട്ടി. ഗ്രാറ്റുവിറ്റി റിസീവ് ഡ്യൂറിംഗ് പീരീഡ് ഓഫ് സർവീസ് ഇരിക്കുന്ന സമയത്ത് ഡിഫൻസ് ആൾക്കാർക്ക് കിട്ടുന്നത് ഫുള്ളി നമ്മൾ ജോലിയിലിരിക്കും നമുക്ക് ഗ്രാറ്റുവിറ്റി കിട്ടി, അത് ഫുള്ളി ടാക്സബിൾ ആണ്. റിട്ടയർമെന്റ് സമയത്താണെങ്കിൽ ആണ് ഈ പറഞ്ഞ എക്സംഷൻസ്. എക്സംഷൻസ് ഓഫ് ഗ്രാറ്റുവിറ്റീസ് അവൈലബിൾ ഈവൻ ഇഫ് ഗ്രാറ്റുവിറ്റീസ് നമുക്ക് വീഡിയോയോ മരിച്ചുപോയ ആളുടെ ഭാര്യയ്ക്കോ മക്കൾക്ക് കിട്ടിയാലും അവർക്കും എക്സംഷൻ കിട്ടും. അടുത്ത പെൻഷൻ ആണ്. അൺകമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ മന്ത്ലി നമ്മൾ പെൻഷൻ വാങ്ങുന്നതാണ്, അത് ഓൾവേസ് ടാക്സബിൾ ആണ്. കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ബൾക്കായിട്ട് നമ്മൾ പെൻഷൻ സമയത്ത് മന്ത്ലി തരുന്നതിന് പകരം ബൾക്കായിട്ട് നമ്മൾ വാങ്ങുന്നതാണ്. ഗവൺമെന്റ് എംപ്ലോയിക്ക് എക്സംപ്റ്റഡ് ആണ്. നോൺ ഗവൺമെന്റ് എംപ്ലോയിക്ക് ഗ്രാറ്റുവിറ്റി കിട്ടുന്ന ആളാണെങ്കിൽ ടോട്ടൽ കമ്പ്യൂട്ട് ചെയ്ത് വാങ്ങുന്ന ആ എമൗണ്ടിന്റെ 1/3 ആണ് എക്സംപ്റ്റഡ്. ഗ്രാറ്റുവിറ്റി വാങ്ങാത്ത ആളാണെങ്കിൽ ടോട്ടൽ പേയ്മെന്റ് ഹാഫ്. ടോട്ടൽ പെൻഷൻ എന്നതിന്റെ ഹാഫ് ആണ് ഗ്രാറ്റുവിറ്റി ഇല്ലാത്ത ആൾക്ക് എക്സംപ്ഷൻ ആയിട്ട് കിട്ടുക. കമ്പ്യൂട്ടർ പെൻഷൻ ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ഓഫ് കമ്പ്യൂട്ടേഷൻ ആണ് ടോട്ടൽ പെൻഷൻ. റിട്രച്ച്മെന്റ് കോമ്പൻസേഷൻ സെക്ഷൻ 10 പറയുന്നത് 5 ലക്ഷമോ കിട്ടിയ എമൗണ്ടോ 15 days ആവറേജ് പേ ഇൻറ്റു ഇയേഴ്സ്, അതാണ് വിച്ച് ഈസ് ലോവർ ആണ് എക്സംഷൻ ആയി കിട്ടുക. കോമ്പൻസേഷൻ ടു വർക്ക്മാൻ അണ്ടർ സെൻട്രൽ ഗവൺമെന്റ് സ്കീം ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. സെൻട്രൽ ഗവൺമെന്റ് സ്കീമിൽ കോമ്പൻസേഷൻ ടു വർക്ക്മാൻ ആണെങ്കിൽ. കോമ്പൻസേഷൻ റിസീവ്ഡ് വോളണ്ടറി റിട്ടയർമെന്റ് സ്കീം ആണെങ്കിൽ 5 ലക്ഷം വരെ എക്സംപ്റ്റഡ് ആണ്. പക്ഷേ എമൗണ്ട് റിസീവ്ഡ് ഫോർ VRS നോട്ട് എക്സീഡ് VRS വഴി നമുക്ക് കിട്ടുന്ന എമൗണ്ട് 3 months സാലറി ഫോർ each complete year of service of salary at the time of retirement into balance amount of service left before retirement or superannuation whichever is higher അപ്പുറം ആവാൻ പാടില്ല. കോമ്പൻസേഷൻ റിസീവ് VRS അപ് ടു 5 ലക്ഷം വരെ നമുക്ക് എക്സംഷൻ കിട്ടും. പ്രൊവൈഡഡ് VRS വഴി നമുക്ക് കിട്ടുന്ന എമൗണ്ട് 3 മാസത്തെ സാലറി into complete year of service of salary at the time of retirement into balance month ഇനി എത്ര സമയം ലെഫ്റ്റ് ആയിരുന്നു അതോ സൂപ്പറാഷൻ വിച്ചേറി ഹൈന് അപ്പുറമുള്ള എമൗണ്ട് നമുക്ക് കിട്ടാൻ പാടില്ല. എങ്കിൽ മാത്രമേ 5 ലക്ഷം വരെ എക്സംഷൻ കിട്ടുള്ളൂ. നാഷണൽ പെൻഷൻ സ്കീമിൽ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ 10% സാലറി വരെ ഉണ്ട്, എക്സംഷൻ ആണ്. സെയിം കോൺട്രിബ്യൂഷൻ ഈസ് മെയ്ഡ് ബൈ എംപ്ലോയർ. ടാക്സ് ഇഫ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഫസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ സാലറി ഓഫ് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ഫസ്റ്റ് എംപ്ലോയിയുടെ സാലറി ഇൻക്ലൂഡ് ചെയ്തിട്ട് പിന്നെയാണ് റിഡക്ഷൻ ആയിട്ട് കിട്ടുക. എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ അതുപോലെ തന്നെ 10% സാലറി നമുക്ക് എന്തായിട്ട് കിട്ടും, ഡിഡക്ഷൻ ആയിട്ട് 80CCDയിൽ നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇനി മെച്യൂരിറ്റി ആണെങ്കിൽ പെൻഷൻ റിസീവ്ഡ് ഔട്ട് ഓഫ് ഔട്ട്സൈഡ് ഫണ്ട്. മെച്യൂരിറ്റി സമയത്ത് നമുക്ക് എമൗണ്ട് ഫുള്ളായിട്ട് കിട്ടുകയാണെങ്കിൽ അത് CPന് ടാക്സബിൾ ആണ്.